ഹലോ ഗൈസ്, അനിമെന്റോർ സ്റ്റോറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ വൺ പീസിന്റെ ചാപ്റ്റർ 1139 മലയാളം എക്സ്പ്ലനേഷൻ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിനി നേരെ ചാപ്റ്ററിലേക്ക് പോകാം. ഓറസ്റ്റ് കൊട്ടാരമാണ് നമ്മളെ കാണിക്കുന്നത്. അപ്പോൾ അവരവിടെ താക്കോല് തപ്പിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ സോറോ ഇങ്ങനെ പറയുന്നേക്കാം, ഇതിപ്പോ കുറെ നേരമായില്ലേ, ഇപ്പൊ സൂര്യൻ അസ്തമിക്കാറായി, ഈ സ്ഥലത്തിന്റെ ഒരു വലിപ്പമൊക്കെ നോക്കി ഇനി എവിടെ പോയി തപ്പാനാണെന്ന്. അപ്പൊ റോഡ് അവിടെ എന്ന് പറയുന്നുണ്ട്. ഇവിടുത്തെ ഈ ഗാർഡ്സിനൊന്നും താക്കോൽ എവിടാണെന്ന് ഒരു പിടിയില്ല. ചിലപ്പോൾ ജാറുൽ സമയ്ക്കോ അല്ലെങ്കിൽ ബാക്കിയുള്ള എൽഡേഴ്സിനോ ഒക്കെ ചിലപ്പോൾ അത് അറിയായിരിക്കുമെന്ന്. അപ്പൊ ലൂഫി എവിടെ നിന്ന് ചോദിക്കുന്നുണ്ട്, ഏതാ തലേ വാള് കയറി അപ്പാപ്പനാണോ, അങ്ങേര് താക്കോൽ എവിടെ ഉണ്ടെന്ന് എനിക്ക് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുന്നു. അപ്പൊ സോറോ പറയുന്നുണ്ട്, അയാൾ നിനക്കത് ഒരിക്കലും പറഞ്ഞു തരില്ല. കാര്യം ലോക്കിയെ തുറന്നു വിടുന്നത് ഇവിടെയുള്ളവരെ സംബന്ധിച്ച് ഒരു സീരിയസ് ക്രൈമാണ്, അത് നിനക്കറിയാൻ പാടുള്ളതല്ലേ എന്ന്. അതേപോലെ അവനെ തുറന്നു വിടണോ വേണ്ടായോ എന്ന് നമ്മൾ ഇതുവരെ തീരുമാനിച്ചിട്ട് പോലും ഇല്ലല്ലോ എന്ന് സോറോ പറയുന്നുണ്ട്. അപ്പൊ നീ ചുമ്മാ ഉഴപ്പാതൊന്ന് ഉഷാറായിട്ട് നിന്നേ സോറോ എന്ന് പറഞ്ഞിട്ട് ലൂഫി പിന്നെയും താക്കോല് തപ്പി ഇറങ്ങുകയാണ്. ഉടനെ നാമി അവരെ ദൂരെ നിന്ന് വിളിക്കുന്നതാണ്. ഹേ ഗൈസ്, ഇങ്ങോട്ടൊന്ന് വന്നേന്ന് പറയുന്നു. ഇത് കേൾക്കേണ്ട താമസം ലൂഫി എന്താ കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ഓടി ചെല്ലുന്നുണ്ട്. അപ്പൊ അത് റെഡ് കാർപ്പറ്റ് ഒക്കെ വിരിച്ചിങ്ങനെ ഇട്ടിരിക്കുന്ന വലിയൊരു മുറിയാണ്. അപ്പൊ ഇത് ത്രോൺ റൂം ആണോ എന്നൊക്കെ ഇങ്ങനെ റോഡ് ചോദിക്കുന്നുണ്ട്. ത്രോൺ എന്ന് പറയുമ്പോൾ സിംഹാസനം ഇരിക്കുന്ന മുറി, അതായത് രാജധാനി. ഇപ്പൊ നമുക്ക് നോക്കിയാൽ കാണാം വലിയൊരു സിംഹാസനം ഒക്കെ ഇവിടെ ഇങ്ങനെ ഇരിപ്പുണ്ട്. അപ്പൊ റോഡാണെങ്കിൽ അവിടെ ഭയങ്കര ഭയഭക്തി ബഹുമാനത്തോടെ ഇങ്ങനെ നിൽക്കുകയാണ്. നാമി സോറോ ലൂഫി നേരെ കയറി അങ്ങ് ചെന്നു. അപ്പൊ ആ നടന്ന യുദ്ധത്തിന്റെ ഭീകരതയൊക്കെ ഇവിടെ നല്ലപോലെ അറിയാൻ പറ്റും. ആ സീലിംഗ് എല്ലാം പൂർണ്ണമായിട്ട് നശിച്ചു കിടക്കുകയാണല്ലോ എന്ന് ഇവരിങ്ങനെ പറയുന്നു. ഇപ്പൊ നോക്കി ആ സീലിംഗിൽ വലിയൊരു ഓട്ടയുണ്ട്. അതിന്റെ തൊട്ട് താഴെയായിട്ട് ആ മാജിക് സർക്കിളും ഉണ്ട്, ഗോഡ്സ് നൈറ്റ് സമ്മൺ ചെയ്ത് വന്ന ആ സർക്കിൾ. അപ്പൊ അതിന്റെ മുന്നിലാണ് നമ്മുടെ ലൂഫി നിൽക്കുന്നത്. അപ്പൊ ലൂഫി ചോദിക്കുന്നുണ്ട് ഈ മാർക്ക് എന്താണെന്ന്. ഇപ്പൊ നോക്കി അവരെല്ലാരും ആ റോഡിന്റെ കയ്യിൽ കയറി ഇരുന്നിട്ട് ആ സർക്കിളിന്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ഇത് കണ്ടിട്ട് നാമി പറയുന്നുണ്ട്, ഞാൻ ഇതേപോലൊരു മാജിക് സർക്കിൾ ഒരു ബുക്കിൽ കണ്ടിട്ടുണ്ടെന്ന്. ഇത് ഡീമൻസിനെയൊക്കെ സമ്മൺ ചെയ്യാൻ വേണ്ടിയിട്ട്, വിളിച്ചു വരുത്താൻ വേണ്ടിയിട്ട് ഏതോ രാജ്യത്ത് ചെയ്യുന്ന ആചാരമാണെന്ന് നാമി ഇങ്ങനെ പറയുന്നു. അയ്യോ, അപ്പൊ ഡീമൻസ് ഒക്കെ ഇങ്ങോട്ട് വരുമോ എന്ന് ചോദിച്ച് റോഡാകെ പേടിച്ചിരിക്കുകയാണ്. അപ്പൊ നാമി പറയണം, അതൊന്നും എനിക്കറിയില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ എന്ന്. എന്നാലും രാജാവിന്റെ സിംഹാസനം ഇരിക്കുന്നിടത്ത് ഇങ്ങനെ ഒരു സർക്കിൾ എങ്ങനെ വന്നു, ഇത് ഭയങ്കര ക്രീപ്പി ആണെന്നൊക്കെ റോഡ് അവിടെ നിന്ന് പറയുന്നുണ്ട്. അപ്പൊ ലൂഫി ഇങ്ങനെ ഇത് കണ്ടിട്ട് പറയാണ്, ഇങ്ങനെ ഒരു സാധനം ഈ അടുത്ത് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, എവിടാണെന്ന് ഓർമ്മ കിട്ടുന്നില്ല എന്ന്. എഖഡി നടന്ന കാര്യമൊക്കെ അളിയന്റെ മൈൻഡിൽ നിന്നേ പോയി. ടിപ്പിക്കൽ ലൂഫി. ഉടനെ ആരോ സ്ട്രോ ഹാറ്റ് ലൂഫി എന്ന് വിളിക്കുന്നത് നമുക്ക് കേൾക്കാം. ഉടനെ അയ്യോ, അതിനി ഭൂതങ്ങളോ അതോ ഇവിടെയുള്ള മരിച്ച പട്ടാളക്കാരുടെ ആത്മാക്കളോ വല്ലോ ആണോ എന്ന് ചോദിച്ചു റോഡ് ഇങ്ങനെ പേടിച്ച് നിൽക്കുന്നുണ്ട്. ഭൂതവും പ്രേതവും ഒന്നും അല്ലടാ പൊട്ട, ഇത് വേറെ ആരോ ആണോന്ന് നാമി അവിടെ എന്ന് പറയുന്നു. ഇപ്പൊ അയാളുടെ സൗണ്ട് വീണ്ടും കേൾക്കുന്നുണ്ട്. ലൂഫി, നിന്നെ കാണണമെന്ന് കുറെ നാളായിട്ട് ഞാൻ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു എന്ന് അയാൾ പറയുന്നു. ഉടനെ റോഡാണെങ്കിൽ ഇവരെയും കയ്യിലെടുത്തോണ്ട് ഓടുകയാണ്. ഇതേതോ കൂടിയതിനും പ്രേതബാധയാണ്, ഇനി ഇവിടെ നിന്നാൽ നമ്മുടെ ദേഹത്തും പ്രേതം കയറുമെന്ന് പറഞ്ഞുകൊണ്ട് റോഡ് ഇങ്ങനെ ഓടുകയാണ്. എടാ റോഡെ ഓടല്ലേ, നിൽക്കിന്ന് ലൂഫി ഇങ്ങനെ പറയുന്നുണ്ട്. ഉടനെ ഒരു മഴു ഇങ്ങനെ കറങ്ങി ഇവരുടെ നേരെ വരികയാണ്. ജസ്റ്റ് മിസ് റോഡിന്റെ ദേഹത്ത് കൊണ്ടില്ല. റോഡിന്റെ കയ്യിൽ നിന്നാണെങ്കിൽ ലൂഫി നാമിയും സോറോയും തെറിച്ച് ഇങ്ങനെ താഴോട്ട് വീഴുകയാണ്. വീഴാൻ പോയ നാമിയെ ലൂഫി കൈ സ്ട്രെച്ച് ചെയ്തങ്ങ് പിടിച്ചിട്ട് സോറോയുടെ കയ്യിലേക്ക് എറിഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ മഴു എറിഞ്ഞവൻ ആ സിംഹാസനത്തിൽ ഇരിപ്പുണ്ട്. അപ്പൊ ഇന്ന് ഇതിന്റെ അവസാനം ആടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലൂഫി അങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങുകയാണ്. ഇപ്പൊ ആളെ നമുക്ക് വ്യക്തമായിട്ട് കാണാം. എൽബാഫിലെ ആ മിസ്റ്റീരിയസ് വ്യക്തി മറ്റാരും അല്ല ഗൈസ്, അത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ സ്കോപ്പർ ഗബാനാണ്. അപ്പൊ പുള്ളിയെ യാസാൻ എന്നാണ് വിളിക്കുന്നത്. അപ്പം റോഡും ചോദിക്കുന്നുണ്ട്, യാസാൻ നിങ്ങൾ എന്താ ഇവിടെ എന്ന് ചോദിക്കുന്നു. അപ്പൊ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. എൽബാഫിലെ താമസക്കാരൻ, മനുഷ്യൻ, പഴയ പൈറേറ്റ് യാസാൻ. പുള്ളിക്ക് അത്യാവശ്യം പ്രായമൊക്കെ ആയിട്ടുണ്ട്, താടിയൊക്കെ വെച്ചു, അതേപോലെ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങേര് പറയുന്നു, ഇവിടുന്ന് എനിക്കൊരു സ്ട്രേഞ്ച് ഹാക്കി ഫീൽ ചെയ്തു. അപ്പൊ അതിന്റെ റൂട്ട് പിടിച്ച് ഞാൻ ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് അത് ഡിസപ്പിയർ ആയി പോയി എന്ന്. അതായത് ഗോഡ്സ് നൈറ്റ് വന്നിരുന്നല്ലോ ഇവിടെ. അപ്പൊ എന്തായാലും വന്നതുകൊണ്ട് നിങ്ങളെ കാണാൻ പറ്റി എന്ന് ഗബാൻ ഇങ്ങനെ പറയുന്നു. എന്നിട്ട് അയാൾ വീണ്ടും പറയുന്നു, സ്ട്രോ ഹാറ്റ് ലൂഫി, നിന്നെ പറ്റി ഞാൻ കുറെ കേട്ടു, നീ കൈഡോയെ തോപ്പിച്ചു അല്ലേ. വാനോയിലേക്കൊക്കെ ഞാൻ പോയിട്ട് ഇപ്പൊ വർഷങ്ങളായി, ഇപ്പൊ എനിക്ക് എന്തായാലും ഒന്നുകൂടെ വാനോ സന്ദർശിക്കണമെന്ന് തോന്നുന്നു എന്നൊക്കെ ഗബാൻ ഇങ്ങനെ പറയുന്നു. ഈ ഫോട്ടോയിൽ നോക്കി കഴിഞ്ഞാൽ ഗബാന്റെ നെറ്റിയിൽ നമുക്കൊരു പാട് കാണാൻ കഴിയുന്നുണ്ട്. ഇനിയിപ്പോ ഗബാൻ ആയിരിക്കുമോ ദ മാൻ മാർക്ക്ഡ് ബൈ ദ ഫ്ലെയിംസ്. അപ്പൊ ലൂഫി ഇങ്ങനെ ചോദിക്കുന്നു, യാസാനോ, അതെന്താ ഇയാളെ അങ്ങനെ വിളിക്കുന്നതെന്ന്. അപ്പൊ റോഡ് പറയുന്ന എൽബാഫിൽ പുള്ളി അങ്ങനെയാണ് അറിയപ്പെടാറുള്ളതെന്ന്. പിന്നെ റോഡ് പറയുന്നു, ലൈബ്രറി പോയപ്പോ ഒരു ടീച്ചറിനെ കണ്ടില്ലേ റിപ്ലി എന്ന് പറയുന്ന, ഇത് പുള്ളിക്കാരിയുടെ ഭർത്താവാണെന്ന്. ഉടനെ ലൂഫി പറയുന്നുണ്ടോ, അപ്പൊ ഇതാ വലിയ ചെറിയ ചെക്കന്റെ അച്ഛനാണല്ലേ എന്ന്, കോളോണിന്റെ. ഇത് നോക്കിയേ ഗൈസ്, പണ്ട് ആ ഒരു ചാപ്റ്ററിന്റെ കവർ പേജിൽ ക്രോക്കസിന്റെ കൂടെ ഇരുന്ന് വെള്ളം അടിക്കുന്ന ഒരു പോസ് ഉണ്ടായിരുന്നല്ലോ ഗബാന്റെ, അതേ സെയിം പോസ് വീണ്ടും. അപ്പൊ ലൂഫി ആ കോളോണിന്റെ കാര്യം പറഞ്ഞ് ഗബാൻ അങ്ങ് ഇഷ്ടപ്പെട്ടു. ആ വലിയ ചെറിയ ചെക്കനാ അവന്റെ അച്ഛൻ തന്നെയെന്ന് ഇങ്ങനെ പറയുന്നു. അപ്പൊ ഗബാൻ ഇവരോട് പറയുന്ന, നിങ്ങളപ്പോ റിപ്ലിയും കോളോണിനെയും കണ്ടു അല്ലേ എന്ന്. എന്നിട്ട് അങ്ങേര് പറയുന്നുണ്ട്, കോളോണിന് അവന്റെ
അമ്മയുടെ ബ്ലഡിന്റെ ഗുണമാണ് കൂടുതൽ കിട്ടിയിരിക്കുന്നത്. അവനെ എനിക്ക് പൊക്കി എടുത്തോണ്ട് നടക്കാൻ തന്നെ പാടായിരുന്നു എന്ന്. പിന്നെ കോളോണിന് ഇപ്പൊ 20 വയസ്സുണ്ട്. അതേപോലെ തന്നെ റിപ്ലിക്ക് ഇപ്പൊ 80 വയസ്സുണ്ടെന്ന് പറയുന്നു. അതായത് റിപ്ലി ഇയാളെക്കാട്ടിലും പ്രായം കൂടിയ ആളാണെന്നൊക്കെ ഇവിടെ നിന്ന് പറയുന്നു. ഒരു ജയന്റിനെ കല്യാണം കഴിച്ച അത്ര നല്ല ഡിസിഷൻ ആയിരുന്നില്ല. കാര്യം എനിക്ക് മാത്രമല്ലേ പ്രായം വെക്കുന്നത് ഇങ്ങനെ ഗബാൻ അവിടെ നിന്ന് പറയുന്നു. അപ്പൊ നാമി പറയുന്നുണ്ട് സത്യത്തിൽ ഇത് ഭയങ്കര അത്ഭുതമാണ്. കാര്യം ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള 2 വംശത്തിലുള്ള 2 പേര് തമ്മിൽ കല്യാണം കഴിക്കുക എന്നൊക്കെ പറയുന്നത് അങ്ങനെ കേട്ടുകേഴ്വിയില്ലാത്തൊരു കാര്യമാണല്ലോ എന്നിങ്ങനെ നാമി പറയുന്നു. ഉടനെ നമ്മുടെ ഗബാൻ ആ സിംഹാസനത്തിൽ നിന്ന് ഇവരുടെ മുന്നിലേക്ക് അങ്ങ് ചാടുകയാണ്. എന്നിട്ട് പുള്ളി പറയുന്നു, പ്രണയം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യമാണ്. നിങ്ങൾ ചരിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ 2 വംശങ്ങൾ കൂടിക്കലർന്ന് മിക്സഡ് ബ്ലഡിലുള്ള ഒരുപാട് ആൾക്കാരെ, ഒരുപാട് ട്രൈബ്സിനെ കാണാൻ കഴിയും എന്നിങ്ങനെ പറയുന്നു. പിന്നെ അങ്ങനെ മിക്സ് ആയിട്ടുള്ള കുറച്ച് വംശത്തിനെ പറ്റിയിട്ട് ഗബാൻ ഇങ്ങനെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അതായത് ജയൻസിന്റെയും ഫിഷ്മെന്റിന്റെയും ക്രോസ് ആയിട്ടുള്ള വോട്ടൻസ്, അതേപോലെ തന്നെ നമ്മുടെ കൂമയുടെ ബുക്കനീർ ട്രൈബ്, പിന്നെ ലോങ് ആമിന്റെ അതേപോലെ തന്നെ ലോങ് ലെഗിന്റെയും ക്രോസ് ആയിട്ടുള്ള ലോങ് ലിംബ് ട്രൈബ്, പിന്നെ ഡൊസുണ്ടഡ എന്ന് പറഞ്ഞ ട്രൈബ് പറയുന്നുണ്ട്. അതെന്താന്ന് പിടികിട്ടിയില്ല. അപ്പൊ ഇങ്ങനെ മിക്സഡ് ആയിട്ടുള്ള വംശത്തിലുള്ള ആൾക്കാർക്ക് ഇവിടെ സർവൈവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. പക്ഷെ എന്നാലും എല്ലാ കാലത്തും ഇങ്ങനെ ഇതിനെ എല്ലാം അതിജീവിച്ച് ഇവിടെ ജീവിച്ച മിക്സഡ് ബ്ലഡിൽപ്പെട്ട ഒരുപാട് ആൾക്കാർ, ഒരുപാട് ട്രൈബ്സ് ഇവിടെ ഉണ്ടായിരുന്നു എന്ന് ഗബാൻ ഇങ്ങനെ പറയുന്നു. അപ്പൊ ഗബാന്റെ ഈ സ്റ്റഡി ക്ലാസ് കേട്ടിട്ട് നമ്മുടെ ലൂഫിൻ ടീമും അങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ സോറോ ഗബാന്റെ അടുത്ത് പറയുന്നു, നിങ്ങൾക്ക് കുറെ കാര്യങ്ങളൊക്കെ അറിയാം, പക്ഷെ നിങ്ങൾ ആരാണെന്ന് ആദ്യം ഒന്ന് വിശദമായിട്ട് പറയാൻ പറയുന്നു. അപ്പൊ ഗബാൻ പറയുന്നുണ്ട്, ഞാൻ മിഷനറി ഓഫ് ലവ് ആണെന്ന്. മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഈ പ്രണയം പ്രചരിപ്പിക്കുന്ന ഒരാൾ. നമ്മുടെ സാഞ്ചിയുമായിട്ട് നല്ല സിമിലാരിറ്റി ഉള്ള ഒരു ക്യാരക്ടർ അല്ലേ ലൂഫി ആണെങ്കിൽ. അപ്പൊ പറയുന്നുണ്ട് സാഞ്ചി വയസ്സാങ്കാലത്ത് ഇതുപോലൊക്കെ ആയിരിക്കുമെന്ന്. ലൂഫി ഉടനെ ഗബാനോട് ചോദിക്കുന്ന ലോക്കിയുടെ വിലം കഴിക്കാനുള്ള താക്കോൽ എവിടെയാണെന്ന് അറിയാവോ എന്ന്. ഉടനെ റോഡ് എവിടെ എന്ന് പറയുന്നത്, അങ്ങനെ ചാടി കയറി ഒന്നും ചോദിക്കല്ലേ, അതൊന്നും പുള്ളിക്ക് അറിയത്തില്ലായിരിക്കുമെന്ന്. ഇത് കേട്ട ലൂഫി ഉടനെ ഗബാന്റെ അടുത്ത് പറയുന്ന, എന്നാ അങ്ങ് മറന്നു കളഞ്ഞേക്കാൻ. വൺസ് അഗൈൻ ലൂഫി ബീയിങ് ലൂഫി. ഉടനെ ഗബാൻ ഇത് കേട്ടിട്ട് പറയുന്നുണ്ട്, ലോക്കി അഴിച്ചു വിടാനോ, കൊള്ളാമല്ലോ. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തന്മാർ ഇങ്ങനത്തെ വള്ളി കേസ് ഉണ്ടാക്കുന്നത് കാണാൻ ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുന്നു. ഉടനെ നാമി ഇങ്ങനെ വിളിച്ചു ചോദിക്കുന്നുണ്ട്, അയ്യേ അതെന്തൊരു വൃത്തികെട്ട ഹോബിയാണ്, ഇതൊക്കെ ഇങ്ങനെ ആൾക്കാരോട് പറഞ്ഞു നടക്കാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു എന്ന്. ഉടനെ ഗബാൻ പറയുന്നുണ്ട്, എന്റെ പൊന്നുമോളെ ഇതൊക്കെ ഇങ്ങനെ രഹസ്യമാക്കി വെച്ചിട്ട് എന്തിനാ, രഹസ്യങ്ങളൊക്കെ പരസ്യമാക്കാനുള്ളതല്ലേ എന്ന്. അപ്പൊ ഗബാൻ നമ്മുടെ ലൂഫിയോട് ചോദിക്കുന്നു, ഈ ലോക്കി എങ്ങനെയുള്ളവനാണെന്ന് നിനക്കറിയാവോ, എന്തെങ്കിലും പ്രശ്നം പറ്റിയാ നീ എന്ത് ചെയ്യുമെന്ന്. എന്ത് ചെയ്യാനാ, അവനെ അടിച്ച് റെഡിയാക്കി വീണ്ടും പൂട്ടിയിടുമെന്ന് ലൂഫിയും പറയുന്നു. അവനെ പണ്ട് പൂട്ടിയത് ഷാങ്സ് ആണെന്നും അതുവരെ അവനെ തൊടാൻ ഒരു മനുഷ്യനും കഴിഞ്ഞിട്ടില്ല എന്നും ഗബാൻ അപ്പൊ ഇവരോട് പറയുന്നുണ്ട്. പുള്ളിയപ്പോ വീണ്ടും നിന്നവർക്ക് ക്ലാസ് എടുക്കുകയാണ്. എന്തൊക്കെ പവറാണ് ലോക്കിക്കുള്ളത്, എന്തെങ്കിലും സംഭവിച്ചാൽ എങ്ങനെ നേരിടാം, എത്രത്തോളം ഡാമേജ് ഉണ്ടാവും. അപ്പൊ ഇതൊക്കെ കേട്ട് നിൽക്കാനുള്ള ക്ഷമ ലൂഫിക്ക് വല്ലതും ഉണ്ടോ? നമുക്ക് പോയി താക്കോല് തപ്പാൻ, കളവന്റെ ഡയലോഗടി ഈ കൊല്ലമൊന്നും തീരാൻ പോകുന്നില്ലെന്നും പറഞ്ഞ് ലൂഫി സോറോയെ വിളിച്ചോണ്ട് പോവാണ്. അതാ വെറുതെ സമയം പാഴാക്കണ്ടെന്ന് പറഞ്ഞ് സോറോയും ലൂഫിയോട് കൂടെ പോകുന്നു. ഉടനെ ഗബാൻ അവിടെ വന്നിട്ട്, എടാ നിക്കടാ, ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ലെന്ന് പറഞ്ഞ് ഇങ്ങനെ വിളിക്കുന്നുണ്ട്. ഉടനെ നാമി ആണെങ്കിൽ സോറോയോടും ലൂഫിയോടും പറയുന്നുണ്ട്, എടാ നിക്കടാ, നമുക്ക് വാണിങ്ങി തരുവാണ് മനുഷ്യൻ, നിന്ന് കേക്ക് എന്ന് പറയുന്നുണ്ട്. റോഡാണെങ്കിൽ അവരുടെ ഈ പെരുമാറ്റത്തിന് ഗബാനോട് മാപ്പ് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഗബാൻ ആണെങ്കിൽ ഈ ലൂഫിയുടെ ആറ്റിറ്റ്യൂഡ് കണ്ടിട്ട് പണ്ടത്തെ റോജറിനെ ഓർമ്മ വരികയാണ്. റോജറും ഇതേപോലെ ഈ റൈലിയോ ഗബാനോ ഇവരാരെങ്കിലും എന്തെങ്കിലും വാണിങ്ങി കൊടുക്കുമ്പോ ചോദിക്കും, നിനക്കൊക്കെ എന്താടാ പേടിയാണോ, നിന്റെയൊക്കെ വാണിങ്ങി കേട്ട് കേട്ട് ഞാൻ മടുത്തു എന്നൊക്കെ. അപ്പൊ ഇവരാണെങ്കിലും പറയും, ഞങ്ങൾ അതല്ല ഉദ്ദേശിച്ചത്, റിസ്ക് മനസ്സിലാക്കി പ്രവർത്തിക്കണമെന്നാടാ പൊട്ടാ ഞങ്ങൾ പറഞ്ഞതെന്നൊക്കെ ഇവർ റോജറിനോട് പറയും. അപ്പൊ ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ റോജറിന്റെ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്നെ തടയണമെങ്കിൽ നീയൊക്കെ എന്നോട് ഫൈറ്റ് ചെയ്യണമെന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ ഫ്ലാഷ് ബാക്ക് ഒക്കെ ഓർത്ത് നൊസ്റ്റു അടിച്ചിരിക്കുന്ന നമ്മുടെ ഗബാൻ പിന്നെ റോഡിനോട് പറയുകയാണ്, റോഡേ നീ ആ സിംഹാസനം അങ്ങോട്ട് നീക്കിക്കേന്ന് പറയുന്നുണ്ട് രാജാവിന്റെ. ഇപ്പൊ നമ്മളെ ജയൻസിന്റെ പാർട്ടി നടക്കുന്ന വില്ലേജ് കാണിക്കുന്നു. അവിടെ നമ്മുടെ ജയന്റ് ഒയ്മോ ഈ എൽബാഫിലെ യാസാൻ, അതായത് നമ്മുടെ ഗബാനെ പറ്റിയുള്ള ഒരു ഇൻട്രോ ഇവിടെ സ്ട്രോ ഹാറ്റ്സിന് കൊടുത്തോണ്ടിരിക്കുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് പൈറേറ്റ് കിങ്ങിന്റെ ക്രൂവിൽ ഉണ്ടായിരുന്ന ആളായിരുന്നു നമ്മുടെ യാസാൻ. റോജർ പൈറേറ്റ്സിലെ റോജറിന്റെ ഒപ്പം തന്നെ സ്ട്രെങ്ത് ഉണ്ടായിരുന്ന 2 പൈറേറ്റ്സിലെ ഒരാൾ. അപ്പൊ നമ്മുടെ ഉസോപ്പ് ചോദിക്കുന്നുണ്ടേ, റെയിലീനെ കൂടാതെ വേറൊരാൾ കൂടെ ഉണ്ടായിരുന്നു എന്ന്. അപ്പൊ ഒയ്മോ പറയാണ്, പിന്നല്ലാതെ ഒരിക്കല് ക്യാപ്റ്റൻ റോജറിന്റെ ഒരു ചികിത്സയ്ക്കായിട്ട് റോജറും ഈ പറഞ്ഞ യാസാനും കൂടെ മലകൾക്ക് നടുവിലുള്ള ഒരു വലിയ കാട്ടിലെ ഒരു ആശുപത്രിയിൽ താമസിക്കുകയാണ്. പക്ഷെ ഭാഗ്യക്കേട് പോലെ ആ ആശുപത്രി മുഴുവൻ ഇവരുടെ ശത്രുക്കളായിട്ടുള്ള പൈറേറ്റ്സ് അങ്ങ് വളഞ്ഞു. യാസാൻ ഒന്നും നോക്കിയില്ല, ഒറ്റയ്ക്ക് പുറത്തേക്ക് ഇറങ്ങി വന്നു. അങ്ങേരുടെ കയ്യിലാണെങ്കിൽ 2 മഴു മാത്രം. അത് വെച്ചിട്ട് ആ 100ഓളം പൈറേറ്റുകളെ അങ്ങേരെ അവിടെ ഇട്ട് വെട്ടി അരിഞ്ഞു. ഉടനെ ഊസോപ്പ് ആണെങ്കിൽ വാ പൊളിച്ചോണ്ട് നിന്ന് ചോദിക്കുന്നുണ്ട്, ഒറ്റയ്ക്കോ, അതും 2 മഴു വെച്ച്. ഉടനെ ഒയ്മോ പറയാണ്, നിക്കേ ഞാൻ കഥ ഫുള്ള് പറഞ്ഞു കഴിഞ്ഞില്ല. ഈ വെട്ടിനിരത്തൽ മുഴുവൻ കഴിഞ്ഞപ്പോഴത്തേക്ക് ആ മലയിൽ ഒരൊറ്റ മരം പോലും അവശേഷിക്കുന്നില്ലായിരുന്നു. അതായത് ഈ പ്രോസസ്സിന്റെ ഇടയ്ക്ക് പുള്ളി ആ കാട് തന്നെ വെട്ടിത്തെളിച്ച് കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ ഉസോപ്പ് കുറേം കൂടെ ഞെട്ടിയിട്ട് ചോദിക്കുന്നുണ്ട്, അതെന്തിനാ ഇയാളെല്ലാം വെട്ടിപ്പറിച്ച് കളഞ്ഞു, അതപ്പോ എന്തൊരു വെട്ടിയെന്നൊക്കെ ചോദിക്കുന്നു. അപ്പൊ ജയൻസ് പറയാണ്, ഈ ഒരു സംഭവത്തിന് ശേഷമാണ് അദ്ദേഹത്തിന് ദ മൗണ്ടൻ ഈറ്റർ എന്നൊരു പേര് കൂടെ വന്നതെന്ന്. അതായത് എനിമീസിനെ കൊല്ലുന്ന കൂട്ടത്തിൽ അവർ കാട് തന്നെ വടിച്ചിങ് എടുത്തു എന്നുള്ളതാണ്. അതാണ് ദ മൗണ്ടൻ ഈറ്റർ.
അതാണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേരും. അപ്പൊ ജിംബെ പറയുന്നുണ്ട് ഇത് കുറെ കേട്ടിട്ടുള്ള ഒരു കഥയാണ്, ഈ മനുഷ്യനും ഈ സിൽവേഴ്സ് റൈലിനെ പോലെ തന്നെ പൈറേറ്റ് കിങ്ങിന്റെ തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന ലെവലിലുള്ള ആളായിരുന്നു എന്ന് പറയുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ അന്തക്കാലത്തെ മോൺസ്റ്റർ ട്രയോ, അതായത് നമ്മുടെ സാഞ്ചി, ലൂഫി, സോറോ എന്ന് പറയുന്ന പോലെ ഗബാൻ, റോജർ, റെയ്ലി. പിന്നെ നമ്മളെ ഓറസ്റ്റ് കൊട്ടാരമാണ് കാണിക്കുന്നത്. റോഡ് ആ സിംഹാസനം നീക്കിയപ്പോഴത്തേക്ക് അതിന്റെ അടിയിൽ ഒരു സീക്രട്ട് പാസേജ്. അപ്പൊ നാമി ഇങ്ങനെ ചോദിക്കുന്നുണ്ടേ, ഇത് നിധി സൂക്ഷിച്ചിരിക്കുന്ന അറയാണല്ലേ, യാസാൻ നിങ്ങൾ പൊളിയാണ്, കിടുവാണെന്നൊക്കെ പറയുന്നു. അപ്പൊ റോഡ് അവരെയും കൊണ്ട് ആ സീക്രട്ട് മുറിയുടെ പടി ഇങ്ങനെ താഴേക്ക് ഇറങ്ങുകയാണ്. അപ്പൊ അവൻ ഗബാനോട് ചോദിക്കുന്നുണ്ട്, യാസാൻ നിങ്ങൾക്ക് ഈ സ്ഥലത്തെ പറ്റി എങ്ങനെ അറിയാമെന്ന്. അപ്പൊ ഗബാൻ പറയുന്നുണ്ട്, ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നതിന്റെ ഒരു ഹോബി അല്ലേ മോനെ എന്ന്. ലൂഫി ആണെങ്കിൽ ആ മുറിക്കകം കണ്ടിട്ട് ഇങ്ങനെ വാ പൊളിച്ച് നിൽക്കുകയാണ്. നാമി ആണെങ്കിൽ നിധിയെല്ലാം ഇപ്പൊ കിട്ടുമെന്നും പറഞ്ഞ് ഇങ്ങനെ കണ്ണിൽ ലൈറ്റും കത്തിച്ച് നിൽക്കുന്നു. ഇപ്പൊ ആ മുറിക്കകം നോക്കി കഴിഞ്ഞാൽ കുറെ നിധി വെച്ച പെട്ടികളൊക്കെ ഉണ്ട്, പക്ഷെ പെട്ടിക്കകത്ത് നിധിയൊന്നും ഇല്ല. അപ്പൊ ഗബാൻ പറയുന്നുണ്ട്, ഇത് നിധി സൂക്ഷിക്കുന്ന അറയായിരുന്നു എന്ന് പറഞ്ഞത് ഉള്ളതാണ്, പക്ഷെ ഇപ്പൊ നിധിയൊന്നും ഇല്ലാന്നേ ഉള്ളൂ. എടോ കാട്ടുകള്ളാന്ന് പറഞ്ഞ് നാമി ആകെ പിടിവിട്ട് നിൽക്കുകയാണ്. അപ്പൊ ഗബാൻ പറയുന്നുണ്ട്, കുറെ വർഷങ്ങളായിട്ട് ആളും അനക്കോ ഇല്ലാതെ കിടക്കുന്ന കൊട്ടാരമല്ലേ, കള്ളന്മാര് വന്ന് എല്ലാം അടിച്ചോണ്ട് പോയതാണെന്ന്. പക്ഷെ അതാ അങ്ങോട്ട് നോക്കൂ, ലോക്കിയുടെ ചങ്ങലയുടെ താക്കോൽ അവിടെ സേഫ് ആയിട്ട് ഇരിപ്പുണ്ട്, കള്ളന്മാർക്ക് പോലും വേണ്ട എന്ന് ഗബാൻ ഇങ്ങനെ പറയുന്നു. ലൂഫിക്കാണെങ്കിൽ അത് കണ്ടപ്പോഴത്തേക്ക് ഒരു നിധി കിട്ടിയ ഫീലാണ്. അപ്പൊ ഗബാൻ ഇങ്ങനെ എന്ന് പറയുന്നത്, ഇത് കള്ളന്മാര് പോലും എടുക്കാത്തതിന് വേറൊരു അർത്ഥം കൂടെ ഉണ്ട്, അതായത് വില്ലന്മാര് പോലും ലോക്കിയുടെ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നില്ല. അപ്പൊ നീ ഈ താക്കോൽ ഇവിടുന്ന് മോഷ്ടിക്കുമെന്നാണോ പറയുന്നത് എന്നയാൾ ലൂഫിയോട് ചോദിക്കുന്നു. ഇപ്പൊ നമ്മളെ ആ ജയൻസിന്റെ പാർട്ടി നടക്കുന്ന സ്ഥലം ഒന്നുകൂടെ കാണിക്കുകയാണ്. അപ്പൊ ഈ ഒയ്മോയും കാഷിയും നമ്മുടെ സ്ട്രോഹാർസിനോട് പറയാണ്, ഞങ്ങൾ ഈ പറഞ്ഞ കഥയിലെ മനുഷ്യൻ ഒരു 20 കൊല്ലത്തി മേലെയായിട്ട് ഇപ്പൊ ഇവിടെ എൽബാഫിലാണ് താമസിക്കുന്നതെന്ന്. ഇത് കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ ഉള്ള ഉസോപ്പും ടീമും അങ്ങ് എക്സൈറ്റഡ് ആവുകയാണ്. അപ്പൊ അവർ ഈ ജയൻസിനോട് ചോദിക്കുന്നുണ്ട്, സത്യമാണോ ഈ പറയുന്നേ, റോജറിന്റെ റെയ്ലിന്റെ ഒപ്പത്തിനൊപ്പം നിന്ന ലെജൻഡറി മനുഷ്യൻ പൈറേറ്റ് കിങ്ങിന്റെ ഇടങ്കൈയായിരുന്ന സ്കോപ്പർ ഗബാൻ ഇവിടെ ഉണ്ടെന്നാണോ നിങ്ങൾ പറയുന്നതെന്ന് ചോദിക്കുന്നു. ഇപ്പൊ നോക്കിയാൽ നമ്മളെ ഓറസ്റ്റ് കൊട്ടാരത്തിൽ ആ ഒരു താക്കോലും കൈ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഗബാനെയാണ് ഇങ്ങനെ കാണിക്കുന്നത്. ആ താക്കോലിന്റെ ഒരു വലിപ്പം നോക്കിക്കുക, അത് വെച്ച് വേണേ ഒരു 10 പേരെ അടിച്ചിടാം. അപ്പൊ ഗബാൻ ആ താക്കോല് പിടിച്ചിട്ട് ലൂഫിയോട് പറയാണ്, നിനക്ക് ഇത് ഇവിടുന്ന് മോഷ്ടിക്കണമെങ്കിൽ നീ വന്ന് എന്റെ കയ്യിൽ നിന്ന് മോഷ്ടിച്ചോണ്ട് പോകാൻ. അപ്പൊ ഹോളി നൈറ്റ്സുമായിട്ടൊക്കെ ഒരു യുദ്ധത്തിന് പോകുന്നതിന് മുമ്പ് ലൂഫിക്ക് ഇവിടുന്ന് നമ്മുടെ ഗബാന്റെ വക ചെറിയൊരു ട്രെയിനിങ് കിട്ടും എന്ന് തന്നെയാണ് തോന്നുന്നത്. അപ്പൊ എന്തായാലും കാത്തിരുന്ന് കാണാം. അടുപ്പിച്ച് 4 ചാപ്റ്റർ കിട്ടിയതുകൊണ്ട് അടുത്ത ആഴ്ച എന്തായാലും ബ്രേക്ക് ആണ്. അപ്പോൾ ചാപ്റ്റർ 1140 വരുമ്പോൾ അതിന്റെ എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് കൂടെ ഉണ്ടാവുക, സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ ഗൈസ്, സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.